വയനാട് ജില്ലയിലെ അതിർത്തി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ലോക സന്തോഷ ദിനത്തിൽ ഇവിടെ അലങ്കരിച്ച പന്തലിൽ 70 വൃദ്ധസദനത്തിൽ നിന്നും 500-ലേറെ അന്തേവാസികൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. സന്തോഷത്തിന്റെ പൂത്തിരി കത്തുന്ന ഈ ഒരു ദിനത്തിൽ ജീവിതത്തിൽ എല്ലാവരും ഉണ്ടായിട്ടും തന്നെ ഒറ്റപ്പെട്ടു പോയ നിരവധി വൃദ്ധരായ അന്തേവാസികൾക്ക് കൂട്ടാവുകയാണ് ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളും. തിരഞ്ഞെടുക്കപ്പെട്ട വൃദ്ധജനങ്ങളിൽ നിന്നും ഇവിടെ അവരുടെ നിരവധി കലാപരിപാടികൾ നടക്കുന്നതാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ കാണാം. സന്തോഷ ദിനത്തിൽ മോണ കാട്ടി ചിരിക്കുകയാണ് ഇവർ. പലർക്കും പല്ലുകളില്ല, മുടിയിൽ കറുപ്പിന്റെ അംശമില്ല. അവർ ആർത്തു ചിരിക്കുകയാണ്. അവർക്ക് ചിരിയുടെ മാലപ്പടക്കമാകാൻ സ്റ്റേജിൽ കലാകാരന്മാർ തിമിർത്തു ചെയ്യുകയാണ്. പിടിച്ചിട്ടുണ്ട്, പതുക്കെ നോക്കാം, ഇതിനകത്തുണ്ടോ നോക്കാം. മോഹങ്ങളും മോഹഭംഗങ്ങളും അവർക്കില്ല. മരണത്തെ കാത്തിരിക്കുന്നില്ല. അവർ ജീവിക്കുകയാണ്. ഓരോ ദിവസവും നല്ല നാളുകൾ വരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. കണ്ണിൽ പരിഭവങ്ങളില്ല, പരിവേദനങ്ങളില്ല. ഞങ്ങളുടെ ജീവിതം ആസ്വദിക്കുകയാണ്. നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇത്തരം വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് സന്തോഷത്തിന്റെ ഒരു ദിവസമെങ്കിലും കൊടുക്കുക എന്നതാണ് സംഘാടകർ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അധിപനായ ഈ മഹത് വ്യക്തി ഇന്നലെ രാത്രിയാണ് സൗദി അറേബ്യയിലൂടെ പറഞ്ഞെത്തിയിട്ടുണ്ട്. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന, എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞങ്ങൾ പിന്തുണ നൽകുന്ന അങ്ങയുടെ സാന്നിധ്യം പ്രിയപ്പെട്ട ആലിംഗർ മുഹമ്മദ് സാഹിബ് ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നു. മാധ്യമ പ്രവർത്തകരോടും അതുപോലെ ഇവിടുത്തെ മറ്റു പൊതുജനപ്രവർത്തകരോടും ഈ നാട്ടുകാരോടും പ്രിയപ്പെട്ട നമ്മുടെ കുട്ടികളോടും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും നിങ്ങൾക്ക് ഞങ്ങളുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഒന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സംസ്കാരത്തിന്റെ തമിഴകത്തിന്റെ മാധുര്യം പകരുന്നതാണ് നീലഗിരി. ഈ രണ്ട് അതിർത്തി കൂടി പങ്കിടുന്ന ജില്ലകളിലെ വൃദ്ധസദനങ്ങളെ ഒന്ന് കണക്കെടുത്തപ്പോ നമ്മൾക്ക് ഇന്ന് പങ്കെടുക്കുന്നതിലടക്കം 80% വയനാട്ടിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. 3 വൃദ്ധമന്ദിരങ്ങളാണ്, തണൽ മന്ദിരങ്ങളാണ് ഈ പരിസര പ്രദേശത്ത് നീലഗിരിയിൽ നിന്ന്. സ്നേഹ സൗദമല്ല, സ്നേഹത്തിന്റെ കടൽ തീർക്കുകയാണ് ഇവർ. നുരയുന്ന തിരമാലകളിൽ പുഞ്ചിരി തൂവുകയാണ്. കാണാത്ത കാഴ്ചകൾ, കേൾക്കാത്ത പാട്ടിന്റെ ശ്രുതിമീട്ടി അവർ പാടുകയാണ്. ഇന്നു ഞാൻ നാളെ നീ എന്ന ചൂണ്ടുപലകയുണ്ട് നമ്മുടെ മുന്നിൽ. അത് മറക്കാതിരിക്കുക. മറവി അനുഗ്രഹമാണെങ്കിലും ചിലത് മറക്കാതിരിക്കുക. നീലഗിരി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അഭിമാനം തോന്നുന്ന നിമിഷമാണിത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പഠിക്കുന്ന ഞങ്ങളുടെ കോളേജിൽ തന്നെ ഒരുപാട് വൃദ്ധസദനങ്ങളിലെ ദമ്പതിമാരെ കൊണ്ടുവരാനും അവരെ ഒരു ദിവസം സന്തോഷിപ്പിച്ച് അവരെ തിരിച്ച് പറഞ്ഞയക്കാനും അവരെ കയ്യിൽ നിറയെ സമ്മാനങ്ങളും മറ്റും കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് തിരിച്ചയക്കാൻ ഞങ്ങൾക്ക് കഴിയണം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ള കാലത്ത് ഈ ഞങ്ങളുടെ വയനാട് ജില്ലയിലും നീലഗിരിയിലും ഇതേപോലെയുള്ള വൃദ്ധസദനങ്ങളുടെ എണ്ണം കുറയണം. അങ്ങനെ അതിനൊരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ നടത്തുന്നത്. കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ സ്റ്റുഡൻസാണ് ഞങ്ങളുടെ സ്നേഹസ്വരം എന്ന പ്രോഗ്രാം നടത്തുന്നുണ്ട്. അത് തന്നെ വയോജനങ്ങളുടെ സംഘമാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്ന ചടങ്ങാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഇനി വയനാട്ടിലോ നീലഗിരിയിലോ ഉള്ള വൃദ്ധസദനങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടൊരു മെസ്സേജാണ് ഞങ്ങൾ നൽകുന്നത്. ഈ പ്രോഗ്രാം കണ്ടിട്ട് ഒരു മാതാവിനെയോ അല്ലെങ്കിൽ ഒരു പിതാവിനെയോ അവരുടെ വീട്ടുകാർ തിരിച്ചു കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹവും കൂടെ ഞങ്ങൾക്കുണ്ട്. താങ്ക് യു.